കോടികൾ മുടക്കി സർക്കാർ നടത്തിയ കേരളീയം, ലോക കേരള സഭ തുടങ്ങിയവ പരാജയമെന്ന ആക്ഷേപങ്ങൾക്കിടെ കേരള സർവകലാശാല സമാനമായി കേരള സമ്മേളനം നടത്താനൊരുങ്ങുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ആശയങ്ങൾ രൂപീകരിച്ച് നവകേരളം സൃഷ്ടിക്കുമെന്നാണ് കേരള സർവകലാശാലയുടെ ബജറ്റിലെ നിർദ്ദേശം. 25 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, അനാവശ്യ ധൂർത്താണ് സർക്കാർ നടത്തുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ നടത്തുന്നത് എന്ന് പറയുമ്പോൾ പോലും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് വരികയാണ്. ഇതിന്റെ പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ ഇത്രയും വലിയ തുക മുടക്കി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ അതിനുള്ള ഗുണം നമുക്ക് ലഭിക്കുമെന്ന് ഈ ഒരു സമയത്ത് പറയാൻ സാധിക്കുമോ? കാരണം സംസ്ഥാനം അത്രത്തോളം സാമ്പത്തിക പിരിമുറുക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേവിക, പെട്ടെന്ന് വെയിൽ കൂടിയതുകൊണ്ട് കാണാൻ കഴിയുമോയെന്ന് അറിയില്ല. എനിക്ക് പിന്നിൽ ഒരു ഫ്ലെക്സ് ഉണ്ട്. അത് 4ാം ലോക കേരള സഭയുടെ ഒരു പരസ്യ പ്രചാരണ ബോർഡാണ്. ആ 4 എഡിഷൻ കൊണ്ട് ഈ ലോക കേരള സഭയൊക്കെ എന്ത് ഗുണം ചെയ്തു എന്നുള്ള ചോദ്യങ്ങളും വിവാദങ്ങളും ഇവിടെ നിൽപ്പുണ്ട്. കേരളീയവും നവകേരള സദസ്സും പോലെയുള്ള ദൂർത്തുകളുണ്ട്. നവകേരള സദസ്സ് ഒടുവിൽ ഒരു ഗുണവും ചെയ്തില്ലെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയും ഏതാണ്ട് 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കേരള സമ്മേളനം നടത്താനുള്ള പദ്ധതിയുമായി രംഗത്ത് വരുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും മറ്റ് വിദഗ്ധരെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പുരോഗതിക്കും നവകേരളം സൃഷ്ടിക്കാനുമൊക്കെ എന്ന രീതിയിലാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ബജറ്റിൽ ഇത്തരമൊരു പരിപാടിക്കുള്ള ആസൂത്രണമൊക്കെ നടത്തുന്നത്. അത് മറ്റൊരു നവകേരള സദസ്സ് തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാനും കഴിയും. ഈ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് 2018 മുതൽ പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നതാണ്. ഇപ്പോൾ ആ പറച്ചിലിന് അത്ര വലിയ ശക്തിയില്ല. പക്ഷേ ആ സമയത്താണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഇത്തരത്തിലൊരു നവകേരള സമ്മേളനത്തിന് മാതൃകയിൽ നവകേരളം സൃഷ്ടിക്കാനായിട്ട് ഒരു കേരള സമ്മേളനം സംഘടിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മറ്റൊരു ദൂരത്തിന് കളമൊരുങ്ങുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിന് പണം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം ഈ മറ്റൊരു വാർത്ത ജനം ടി വി തന്നെ നൽകിയിട്ടുണ്ട്. ഈ സെമസ്റ്റർ ഫീസ് കൂട്ടാനുള്ള ഒരു ശ്രമം കേരള യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ ഫീസ് വർദ്ധിക്കാനുള്ള ശ്രമവുമായി അല്ലെങ്കിൽ അത്തരമൊരു നടപടിയുമായി ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ സെമസ്റ്റർ ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഏതാണ്ട് 12,500 രൂപയാണ് പുതുക്കിയ സെമസ്റ്റർ ഫീസ് എന്നുള്ളതാണ് ഈ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ ഒരു പുതിയ ഉത്തരവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 25,000 രൂപയൊക്കെ ഫീസിനത്തിൽ മാത്രം വിദ്യാർത്ഥികൾ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വിദ്യാർത്ഥികളെ പിഴിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ കേരള സമ്മേളനം സംഘടിപ്പിക്കാൻ കേരള യൂണിവേഴ്സിറ്റിയൊക്കെ ഒരുങ്ങുന്നത് എന്നുള്ള ചോദ്യങ്ങളും എന്തായാലും ബാക്കിയാണ്. എന്ത് മാറ്റങ്ങളാണ് ഈ കേരള യൂണിവേഴ്സിറ്റി പോലൊരു സ്ഥാപനത്തിന് വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം പരിഗണിക്കേണ്ട ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് എന്ത് ഉത്തരവാദിത്തമാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ എന്നുള്ള ചോദ്യവും ബാക്കിയാണ്. അത് തന്നെയാണ് പ്രത്യേകിച്ച് നവകേരള സദസ്സ്, കേരളീയം, ലോക കേരള സഭ തുടങ്ങിയിട്ടുള്ള ദൂർത്തുകൾക്കൊപ്പം മറ്റൊരു ദൂർത്തും കൂടി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കേരള യൂണിവേഴ്സിറ്റിയുടെയൊക്കെ പണം ചെലവഴിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ദേവിക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ വിവരങ്ങൾ പങ്കുവച്ചു.